ഹായ് ഓൾ, അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സന്തോഷമുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സന്തോഷം മീൻസ് എനിക്ക് സന്തോഷം ഉണ്ടാക്കും, പിന്നെ അതുപോലെ എന്നെ സ്നേഹിക്കുന്നവർക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ രാവിലെ നേരെ കിച്ചണിൽ നിന്നാണ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുറേ ദിവസത്തെ കുട്ടികളുടെ പരാതിയെ തുടർന്ന് അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ പൊരിച്ചതാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ കോളിഫ്ലവർ പൊരിച്ചത് കൊടുക്കുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴത്തെയും പോലെ നമ്മുടെ ആസ്ഥാന ഫുഡായ റോസ്റ്റാണ്. അതിന് പച്ച ചമ്മന്തി പിന്നെ ഉള്ളി ചമ്മന്തിയും കൂടിയാണ് ആക്കിയിട്ടുള്ളത്. അതൊന്നും താളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ, ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു എമോജിയെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓരോന്നും വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആവുന്ന നിലയ്ക്കാണ് ഓരോ കമൻറ്റുകളും. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ പച്ചയായിട്ടുള്ള ലൈഫിലെ കുറച്ച് ഭാഗങ്ങളാണ്. അത് കാണുമ്പോൾ സാധാരണയായിട്ട് ജീവിക്കുന്ന 1, 2, 3 പേർക്കെങ്കിലും ചിലപ്പോൾ നമ്മുടെ ലൈഫിനൊരു അർത്ഥമുണ്ട്. നമ്മളെന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ഇൻസ്പിറേഷനൊക്കെ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് റോ ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ കാണിക്കുന്നത് കേട്ടോ. എത്രയോ പേര് ലൈഫിൽ അയ്യോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നമ്മളെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല, നമ്മൾ വെറും വേസ്റ്റ് ആണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അതിൽ നിന്നും പുറത്തേക്ക് വന്ന് നമ്മുടെ മടീനെയൊക്കെ പൊട്ടിച്ച് നമ്മൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം പഠിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും തരും കേട്ടോ. കുറച്ച് റിസ്ക്കാണ്, കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും എന്ന് മാത്രം. പക്ഷേ ആ കഷ്ടങ്ങളൊക്കെ പിന്നീട് നമുക്ക് മധുരമുള്ള ഓർമ്മകളായിട്ട് മാറും ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും, പുറത്ത് പറയാത്ത ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഒരു പുഞ്ചിരിയോടെ ആയിരിക്കും നമ്മൾ പലതും ഓർക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ആയിട്ട് പറയാനുള്ള ഒരു സ്ട്രോങ് കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്. അത് കേൾക്കുന്ന ഓരോരുത്തർക്കും ലൈഫ് അവർ ബുദ്ധിമുട്ടുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ പിന്നീട് നമുക്കുള്ള സുഖ സൗഭാഗ്യങ്ങളായിട്ട് മാറും എന്നൊരു പോസിറ്റിവിറ്റി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ. പണ്ട് ഞാൻ ജോഷ് ടോക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ജോഷ് ടോക്കിൽ വന്ന് സംസാരിക്കും എന്നുള്ളത് ഞാൻ മുന്നേ കൂട്ടി തീരുമാനിച്ച് മനസ്സിൽ നിയത്ത് ചെയ്തൊരു കാര്യമാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഭാവിയിൽ പല ഇൻ്റർവ്യൂസിലും പറയാൻ പറ്റുന്ന ഒരുപാട് കഥകൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ രാവിലെ 5 കുട്ടികളുടെ കരച്ചിലും പിടിച്ചിലും ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബേബിക്ക് രാവിലെ എണീറ്റ് ഉടനെ തന്നെ പല്ല് തേക്കാതൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള വാശി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുളിക്കുന്നതിന് മുമ്പ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ യുദ്ധങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹയാന് എല്ലാവരേക്കാളും നേരത്തെ എണീക്കുന്നുണ്ട് കേട്ടോ. വിളിച്ച ഉടനെ തന്നെ പെട്ടെന്ന് എണീച്ച് കുളിച്ച് റെഡിയായിട്ട് പിന്നെ അവൻ പോയി കിടക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ചുച്ചുക്കുട്ടി മടിച്ചുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചുച്ചുക്കുട്ടി ബാത്റൂമിലേക്ക് എങ്ങനെയോ ഉന്തി തള്ളി വിട്ട് ചിലപ്പം 3 പേരെയും ഒറ്റയടിക്ക് ഞാൻ കുളിപ്പിക്കും, 3 പേര് എണീറ്റിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ എനിക്ക് വെറുതെ പറയണ്ടല്ലോ, ആ പറച്ചിലങ്ങോട്ട് ഒഴിവാക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ 3 പേരും വരാത്തത് കൊണ്ട് പിന്നെ ചുച്ചൊന്ന് ഒറ്റയ്ക്ക് കുളിക്കാൻ പറഞ്ഞു. പിന്നെ ബേബി ദോശ കുളിക്കുന്നതിന് മുമ്പ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കഴിക്കുന്നതുകൊണ്ട് അവളിനെ ഇരുത്തി ഞാൻ ഡ്രസ്സുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ 3 പേരെയും. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വന്നാൽ പിന്നെ നേരെ അവരങ്ങോട്ട് ഇട്ടോളുമല്ലോ. പിന്നെ ഇടയിൽ കൂടെ ബേബി ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ കൈ പിടിച്ച പിടിയിലങ്ങോട്ട് ഞാനങ്ങോട്ട് മേലെഴുകി വിട്ടതാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ അവളെ കിട്ടൂല. അപ്പം തന്നെ വേഗം ഡ്രസ്സും മാറ്റി കഴിഞ്ഞാൽ ഒരാളുടെ പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ്. ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഇവരിങ്ങനെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ. ആരെങ്കിലും ലഞ്ച് ബോക്സിൽ ഒരെണ്ണോ അല്ലെങ്കിൽ അളവിലോ സൈസിലോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ചുച്ചുക്കുട്ടി വന്ന് നിൽക്കും. എൻ്റെ കുറേ അവൻ്റെ കൂടി ഇവളുടെ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ അവിടെയും ഉണ്ടാവൂലേ, നമ്മൾ ഈ സാധനങ്ങൾ അവർക്ക് വീതിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണി അളവ് നോക്കിയിട്ട് സ്കെയിലൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ വെക്കേണ്ടി വരും. അതാണ് സൈസ് ആൾക്കാർ. പിന്നെ ബേബി വന്ന് നിൽക്കുന്നത് അവൾക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ചോറ് അതെന്താടാ കുറച്ച് മതി, വേസ്റ്റ് ആക്കാൻ പാടില്ല.
അല്ല ശിക്ഷിക്കും വേസ്റ്റാക്കിയാൽ. ശരി, കുറച്ച് വെക്കാം. കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഏതാ നിൻ്റെ ടിഫിൻ? ഇതല്ല നിൻ്റെ ടിഫിൻ? കുറച്ച് ചോറ് എടുക്കട്ടെ അമ്മി? എടുത്ത് കേട്ടോ. ചുച്ചു അങ്ങനെ ഇച്ചു ബേബീൻ്റെ ടിഫിൻ നിർത്ത ചോറ് ഇച്ചു ബേബീൻ്റെ വായി തന്നെ തിരികെ കൊടുത്തു. നമ്മളവിടെയാണ് കളിയുന്നത്. പിന്നെ ഇത് ഹയാൻകുട്ടനാണ്. ഹയാന് ഇങ്ങനത്തെ സ്റ്റീൽ ടിഫിൻ ബോക്സ് മതി എന്ന് പറഞ്ഞപ്പോൾ അതിലാണ് ആക്കി കൊടുക്കുന്നത്. പിന്നെ അവിടെ നിൽക്കുന്തോറും നമ്മുടെ കോളിഫ്ലവർ കാലിയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സേഫായിട്ട് ടിഫിൻ ബോക്സ് മൂടണം, അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കഴിക്കാൻ തുടങ്ങും അവർ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സിൽ മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. സ്നാക്സ് സെപ്പറേറ്റ് തന്നെ വേറെ ബോക്സിലാണ് കേട്ടോ നമ്മൾ ആക്കുന്നത്. ഇതിലല്ല കേട്ടോ ആക്കുന്നത്. അവർക്ക് 2 ഇൻ്റർവെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് കരുതിയിട്ട് 2 സ്നാക്ക് സെപ്പറേറ്റ് വേറൊരു ബോക്സിൽ ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെ എപ്പോഴും പറയണ പോലെ ജങ്ക് ഫുഡോ ബേക്കറി ഐറ്റംസോ ഒന്നും തന്നെ സ്കൂളിലേക്ക് അലൗഡല്ല. ഇത് വന്നിട്ട് ഇച്ചു ബേബി ഭയങ്കര സഹായ മനസ്കതയുള്ള കുട്ടിയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ അവൾ തന്നെ കൊണ്ടുപോയി ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഹെയ്സൂന് തോർത്ത് കൊണ്ട് കൊടുത്തിട്ടുള്ള തുള്ളിച്ചാട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല സുന്ദരിയായിരുന്നു അത്രേ റെഡ് ഡ്രസ്സിൽ, എല്ലാവരും പറഞ്ഞു. ഇവിടെ എന്താ ഒരു അടയാളം? അന്ന് അമ്മൻ്റെ അവിടെ പോയപ്പോൾ അച്ഛൻ തൂക്കി തലടിച്ച് കൊണ്ട് ചോര വന്നത്. സ്റ്റിച്ച് ഇട്ട് ഉള്ളിൽ സ്റ്റിച്ച് ഉണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ശരി, കഴിക്കും. എന്താ ഞാനിത്? നിനക്ക് വേറെ ബാഗ് കടിപ്പ് എടുത്തൂടാ? നേരത്തെ റെഡിയായി ഗുഡ് ബോയ് ആയ എൻ്റെ ഹയാൻകുട്ടി. ഹയാൻകുട്ടി നല്ല കുട്ടിയാണ്, അതറിയോ? ആ, ഇവരെക്കാളൊക്കെ നേരത്തെ എൻ്റെ ഹയാനാണ് എനിക്ക്. നീ നൂഡിൽസ് ഉണ്ടാക്കുക? ഇന്നലത്തെ അല്ലേ? അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് വന്ന ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യാനുള്ളത് എത്രയും സാധനങ്ങളുണ്ട്. ഇതെല്ലാം പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് താഴേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഹയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഓരോ പ്രാവശ്യം കയറി ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഹയാൻകുട്ടനെയും കൂടെ ഹെൽപ്പിന് വിളിച്ചു. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഹയാനെ അവിടെ സ്റ്റെപ്പിൽ കൊണ്ട് വെച്ച് കൊടുത്തു. ഹയാൻ പിന്നെ വന്നിട്ട് അവിടെ നിന്ന് സ്റ്റെപ്പിൽ നിന്ന് താഴെ കൊണ്ട് ഇറക്കി വെച്ചു കേട്ടോ. പോസ്റ്റ് ഓഫീസിലൂടെയാണ് നമ്മൾ മിക്കതും അയക്കുന്നത്. മിക്കതും സ്പീഡ് പോസ്റ്റ് വഴി തന്നെയാണ് അയക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡാമേജ് ആയാലോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് കുറച്ച് ചാർജൊക്കെ കൂടും. എങ്കിൽ പോലും സേഫായിട്ട് പെട്ടെന്ന് 2 ദിവസത്തിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് ലഞ്ച് ബോക്സ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന കത്തികളുണ്ട്, പിന്നെ ലൈറ്റർ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കാണിച്ചില്ലേ, ആ ലൈറ്ററൊക്കെ 299 രൂപ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് എനിക്ക് തൃപ്തിയായതിന് ശേഷം മാത്രമേ എന്തെങ്കിലും സാധനം സെയിൽ ചെയ്യാനായിട്ട് വെക്കാറുള്ളൂ. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ നമ്മൾ കൊല്ലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് റീറ്റെയിൽ മാത്രമല്ല, ഇന്നൊരു 2-3 ഹോൾസെയിൽ എൻക്വയറിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. നമ്മുടെ ചുച്ചുക്കുട്ടി തലചീകിയത് നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതേ മക്കളൊക്കെ ഇറങ്ങാനായിട്ടുണ്ട്. അവരിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞത് ഫുഡ് കഴിക്കൽ, പിന്നെ നമ്മുടെ ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ സ്റ്റാഫുണ്ട്, അവരാണ് ഓർഡർ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ്സ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ എൻക്വയറി ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലിരുന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിലായിട്ടും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരു മിനിമം ക്വാണ്ടിറ്റി എടുക്കണം, എങ്കിലേ നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ തരാനായിട്ട് പറ്റുള്ളൂ. എല്ലാം ഒരു 10 പീസ് വെച്ചിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്നവരോ അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരോ അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡെയിലി സുഖമായിട്ടൊരു 500 രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ബിസിനസ്സാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചതായിരുന്നു, പിന്നെയും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വാർഡ്രോബ് റൂമിൽ അലമാറില്ലല്ലോ, അപ്പോൾ വാർഡ്രോബ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ.
അവസാന നിമിഷം പടച്ചോൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് മിസ്സിന് എനിക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കാനിരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് കേട്ടോ. ഞാൻ എന്തോ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഒരു കിളി പോയ അവസ്ഥയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവർ പറയുമ്പോഴേക്കും ഇങ്ങനെ തലാട്ടിയിട്ടിരിക്കും. എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെയാണ് പെട്ടെന്ന് ഫസ്റ്റ് വന്ന പ്രോഡക്റ്റ് ഒക്കെ പ്ലൈവുഡിൽ, സത്യം പറഞ്ഞാൽ പ്ലൈവുഡിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം ചെതൽ പിടിച്ച് മൊത്തം പോയി കിട്ടും. പിന്നെ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, പിന്നെ ഭയങ്കര ചിലവായിരിക്കും. അതൊന്നും ആലോചിക്കാതെ ഇവർ പറയുമ്പോഴൊക്കെ തലാട്ടി നിന്ന് പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, പഠിച്ചോനെ ഞാൻ മൾട്ടിവുഡിലാണല്ലോ എല്ലാം ചെയ്യുന്നത് സാധാരണ. അതാകുമ്പോൾ നമുക്ക് മൈക്കിൻ്റെയും പശയുടെയും പിന്നെ 2-3 ദിവസത്തെ ഇത് ഒട്ടിക്കേണ്ട കൂലിയൊക്കെ ലാഭം കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവരോട് വേഗം പോയി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ സാധനം പ്ലൈവുഡൊക്കെ മാറ്റിയിട്ട് മൾട്ടിവുഡും MDFും കൊണ്ടുവരാൻ പറയും കേട്ടോ, അതിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീണ്ടും അവരെ കൊണ്ട് അത് മാറ്റിപ്പിച്ച് അങ്ങനെ ചെയ്തു. ഭാഗ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലാഭവും കിട്ടും, പെട്ടെന്ന് പണിയും തീരും എന്ന് വിചാരിക്കണം. ബാക്കി ഇനി പണിക്കാർ മനസ്സ് വെക്കണം. ഇത് വന്നിട്ട് തലേ ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഓർഡേഴ്സ്, അതിൻ്റെ ആണ് കേട്ടോ. മേലെ പോയ സമയത്ത് എടുത്തു വെച്ചതായിരുന്നു ഞാൻ. പിന്നെ നമുക്ക് ഇവിടെയുള്ള മെയിൻ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ 2-3 ദിവസത്തെ മുമ്പത്തെ നമ്മുടെ ലോക്ക് വെച്ചിട്ടില്ല എന്നുള്ളത്, അന്ന് വെക്കാൻ പറ്റിയില്ല കറണ്ട് പോയിട്ട്. അങ്ങനെ ഈ ഒരു ദിവസമാണ് ലോക്ക് അങ്ങനെ വെക്കാൻ പോണത്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സമാധാനം. 1 മാസമായിട്ട് നല്ല കഷ്ടമായിരുന്നു, ലോക്ക് കാര്യങ്ങളും ഒന്നുമില്ലാതെ. നമ്മളിവിടെ സ്മാർട്ട് ലോക്ക് വെക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമ്മൾ സ്മാർട്ട് ലോക്ക് വെക്കും. അത് അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ ഓട്ടോമേഷനോ സ്മാർട്ട് ലോക്കോ അങ്ങനെ എന്തെങ്കിലും വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ നല്ല അടിപൊളി സർവീസാണ്. നമ്മളിവിടെ മോട്ടർ തനിയെ വെള്ളം നിറയുന്നതും നിൽക്കുന്നതായിട്ടുള്ള ഒരു സംഭവം മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ശരിക്കും ലൈഫ് സേവറാണ് കേട്ടോ. എനിക്കിനിപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടേ അറിയണ്ട. തനിയെ വെള്ളം കയറും, തനിയെ ഓഫാവും, മോട്ടർ ഇടണം ഓഫാക്കണം എന്നുള്ള ഒരു ടെൻഷനും ഇല്ല. ശരിക്കും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്കത് അറിയാതെ നമ്മളിങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാണെന്ന് തോന്നിപ്പോയി അത് വെച്ച സമയത്ത്. ഞാനിത് ഫുഡ് എടുത്തിട്ടുണ്ട്. ഫുഡ് ജനലോരത്ത് നിന്ന് ഇരുന്ന് ഇങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വാർഡ്രോബിൻ്റെ പണി ഒരു സൈഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കുന്ന സമയത്ത് നല്ല ചാർജ് കാര്യങ്ങളൊക്കെ വരും. കുറച്ചും കൂടെ ലാഭം നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കിപ്പിക്കുകയാണെന്ന് തോന്നിയപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിപ്പിക്കാനും വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ. തനിയെ മോട്ടറിൻ്റെ സ്വിച്ച് എപ്പോഴും നമ്മളിങ്ങനെ ഓണാക്കി വെച്ചിരിക്കും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് വെള്ളം നിറയും. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ തനിയെ അത് ഓഫാവും. ഒരിക്കലും വെള്ളം തീർന്നു എന്നോ ഇല്ല എന്നോ പറഞ്ഞിട്ട് നമുക്ക് നോക്കി അന്തം വിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ സംഭവം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ എല്ലാം നോക്കിക്കോളും. അങ്ങനെ വെച്ചപ്പോൾ അത് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ ഞാൻ ഇവരുടെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അത് പ്രൊമോഷനാണെന്ന് വിചാരിക്കണ്ട. എനിക്ക് അത്രയും സൗകര്യവും ഒരു സമാധാനം കിട്ടിയൊരു സംഭവമായതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ. അവരെ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചോളൂ. ലൈഫിൽ നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ ഭയങ്കര നല്ല തീരുമാനമായിരുന്നു എന്ന് നമുക്ക് പിന്നീട് തോന്നാറില്ലേ? അങ്ങനെ ഒരു തീരുമാനമാണ് ഈ ഒരു തീരുമാനം. തെറ്റിദ്ധരിക്കണ്ട, ഈ ഒരു ജനലിൻ്റെ കളറ് മാറ്റാന്നെടുത്തൊരു തീരുമാനമാണ്. ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്ന ഉടനെ തന്നെ എൻ്റെ പൊന്നോ ഒരു വ്യത്യാസം നേരിട്ട് കാണുമ്പോഴാണ് അറിയണത്. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. എന്തൊരു കാം ആൻഡ് സൂത്തിങ് ഫീലാണെന്നറിയോ. ആ ഒരു ഗ്ലാസിൻ്റെ അതിൽ കൊടുത്ത ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗിയൊക്കെ അങ്ങോട്ട് എടുത്ത് കാണിക്കുന്ന പോലെ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മളെന്തോ അച്ചീവ് ചെയ്ത പോലെ തോന്നുക. മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമായിരിക്കാം മേ ബി ഈ ലൈറ്റുകൾ ഈ ജനലിൻ്റെ ഇടയിൽ കൂടെ വരുമ്പോഴും ഈ ഒരു കളർ ഇങ്ങനെ എടുത്ത് കാണുമ്പോഴും അടിപൊളി ഫീലായിരുന്നു. റനക്കുട്ടിയും പറയുന്നുണ്ടായിരുന്നു, അതുപോലെ കോൺട്രാക്ടറും പറയുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി കളറാണ് കേട്ടോ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. സോ അൽഹംദുലില്ലാ, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയണം കേട്ടോ ആ ഒരു കളറ്. പിന്നെ ഇത് രാത്രിയാണ്. പണി എളുപ്പമാക്കാനുള്ള ഏറ്റവും നല്ലൊരു പരിപാടി. കുറച്ച് പണി തന്നെയാണ്, പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു 4 പണി കുറച്ചിട്ട് ഒരു പണിയിൽ നിർത്താം. കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കൽ, അത് 3 പേർക്ക് അടുപ്പിച്ചിട്ട്. കാരണം ഒന്നാമത് ഒറ്റ പാത്രത്തിൽ തീരും, അടുത്തത് ഇവർ 3 പേരും 3 പാത്രങ്ങൾ എടുത്തിട്ട് വീട് മൊത്തം നാറ്റിക്കും, ഹാള് അവിടെ എവിടെയൊക്കെ. അപ്പോൾ അതില്ലാതിരിക്കാൻ പിന്നെ അവർക്ക് വേഗം ചോറും
അതിൽ കുറച്ച് നെയ്യ്, ഒരു 4-5 പപ്പടവും കൂടെ പൊട്ടിച്ചിട്ട് അങ്ങനെ കൊടുത്തത്. അത് കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ വീണ്ടും ഒരു വിശപ്പ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ഇത് റനക്കുട്ടിയാണ് ഇതിൻ്റെ മെയിൻ ആൾ. വൈറൽ മാഗി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നീ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇവിടുത്തെ അപ്കമിങ് വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത് നമ്മുടെ ചുച്ചുക്കുട്ടിയാണ്. ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ. അപ്പോൾ ചുച്ചുക്കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ദൈവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈറലാണത്ര. സംഭവം എന്തായാലും കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ മാഗി ഇതുപോലെ നൂഡിൽസ്, മാഗി എന്നല്ല ഇതുപോലെ ഉണ്ടാക്കിക്കോട്ടാ. അതായത് ആദ്യം ബട്ടർ കുറച്ചിട്ടു, അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പിന്നെ അതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തു. നമ്മുടെ റനക്കുട്ടി ഭയങ്കര എരിവ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് അവൾക്ക് മുളക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉപ്പിട്ടു, പിന്നെ കുറച്ച് സോയ സോസ് ഇട്ടിട്ട് ഒരു ഗ്രേവി ടൈപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചീസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർന്നത് ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ചീസ് മെൽറ്റായതും നല്ല അടിപൊളി ഒരു സോസിൻ്റെ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. എന്തായാലും കഴിച്ചപ്പോഴും നല്ല രസമുണ്ടായിരുന്നു, കാണാനും അടിപൊളിയായിട്ടുണ്ട്. വീഡിയോഗ്രാഫർ നമ്മുടെ ചുച്ചുക്കുട്ടിയാണെന്ന് ഓർക്കണേ, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഷെയ്ക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അവൾ ഈ ഒരു പ്രായത്തിന് അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ റനക്കുട്ടി ചെറുതിൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവൾ കുഞ്ഞ മോളായിരുന്നു. അവളെ കൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ എടുപ്പിക്കാറുണ്ട്. ആ സമയത്തൊക്കെ അല്ലേ ഒരു മനുഷ്യനും എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ചില സമയം സങ്കടം വരും, ചില സമയം പ്രൗഡാവും. ഞാൻ ഇത്രയും നല്ലൊരു സ്റ്റേജിലേക്ക് എത്തിയല്ലോ അത്ര ബുദ്ധിമുട്ടിയാലും എന്ന് ആലോചിച്ചിട്ട്. കാരണം റൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു മനുഷ്യനും. ഓക്കെ, പലരും പലതും ഇങ്ങനെ പറയുമല്ലോ, ഒരു സപ്പോർട്ടില്ല ഇവർ സപ്പോർട്ടില്ല, എന്തോ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ലടോ. പൈസ വന്നതിന് ശേഷം നമ്മളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് വേറെ പല ഉദ്ദേശത്തിലായിരിക്കും. ഒന്നുമില്ലാത്ത സമയത്ത് തന്നെ ആരാണോ സപ്പോർട്ട് ചെയ്തത് അതാണ് യഥാർത്ഥ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേ നൂഡിൽസ് സെപ്പറേറ്റ് അവൾ വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം ഈ ഒരു ഗ്രേവിയിലേക്ക് ഇടുകയായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംഭവം എന്തായാലും കിടക്കാച്ചി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിഫറെൻ്റായിട്ട് നൂഡിൽസ് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരിക്കൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിപ്പോൾ വൈറലാണത്രേ, എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും നോക്കാറില്ല. രാവിലെ എണിക്കണതും മരണപ്പാച്ചിലുള്ള ഓട്ടവും പിന്നെ രാത്രി ആവണതും ഒന്നും തന്നെ അറിയില്ല. ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ എന്ത് വൈറലല്ലേ, നമുക്ക് നോക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാണ് കുട്ടികളുടെ റെസിപ്പി. പിന്നെ ലാസ്റ്റ് ഇട്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് തോന്നുന്നു ഒറിഗാനോ ആയിരിക്കും എന്നുള്ളത് കേട്ടോ. പിന്നെ ലാസ്റ്റ് അതിലേക്ക് കുറേ മൊസറല്ല ചീസും കൂടെ വാരി ഇട്ടിട്ടുണ്ട്. വെറുതെ അല്ല ഇത് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത്രത്തോളം നല്ല ലാവിഷായിട്ട് ആൾ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചുച്ചുക്കുട്ടിയും നല്ല രീതിക്ക് വീഡിയോയും എടുത്തിട്ടുണ്ട് അല്ലേ. റനക്കുട്ടി ഇടയ്ക്ക് ചോദിക്കും എന്താണ് ഭാവിയിലേക്കുള്ള ആളെ റെഡിയാക്കുകയാണോ എന്നുള്ളത് ഇവളിങ്ങനെ വീഡിയോ എടുക്കണത് കണ്ടാൽ. കാരണം ഇനിയിപ്പോൾ റനക്കുട്ടി 2-3 മാസം കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കാരും ഉണ്ടാവില്ലല്ലോ. ഇൻഷാ അല്ലാ. അത് റനക്കുട്ടി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സിന് സങ്കടവും ബേജാറൊക്കെ ഇങ്ങനെ ആലോചിക്കും. പക്ഷേ അവളുടെ പഠനമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് വീണ്ടും നോ അങ്ങനെ ചിന്തിക്കരുതെന്ന് വിചാരിക്കും. അങ്ങനെ അതേ കുട്ടികളൊക്കെ കഴിച്ചു, എനിക്കും കൊണ്ടുവന്ന് തന്നു, ഞാനും കഴിച്ചു. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.